നവമി ദിനേശ് ആശുപത്രിയിലുണ്ട്. നവമി, തുടരാം. രഞ്ജിത്ത്, എന്തായാലും ഇപ്പോൾ സുബ്രഹ്മണ്യൻ എന്നൊരാളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കൺഫ്യൂഷൻ വന്നത് അത് സുബ്രഹ്മണ്യന്റേതാണെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഇന്നലെ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ലോട്ടറി, അതോടൊപ്പം തന്നെ കയ്യിൽ ഏലസ്, ഒരു തുണി, അങ്ങനെ 3 അടയാളങ്ങളായിരുന്നു ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. അവരിന്നലെ തിരിച്ചറിഞ്ഞെങ്കിൽ പോലും പിന്നീട് അത് വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ മൃതദേഹമാണെന്നുള്ളൊരു അവകാശവാദവുമായി മറ്റൊരു കുടുംബം എത്തിയിരുന്നു. അപ്പോൾ ചെറിയൊരു കാലതാമസം അവർക്ക് മൃതദേഹം വിട്ടു നൽകുന്നതിലുണ്ടായി. എന്തായാലും അതിപ്പോൾ സുബ്രഹ്മണ്യന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹം തിരിച്ചറിഞ്ഞു. അതെ, അത് ഇന്നലെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പൊ പിന്നെ ഒരു സംശയത്തിന്റെ പേരിൽ പിന്നെ നമ്മൾ രാവിലേക്ക് DNA ടെസ്റ്റ് ചെയ്തിട്ട് പരിശോധിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു മുഖം അദ്ദേഹത്തിന് കാര്യമായിട്ട് ഇഞ്ചുറി ഒന്നുമില്ല. ഈ ബാക്ക് ഭാഗത്ത് വിഷ്ണു എന്ന് പറഞ്ഞ ആളെ കസിനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ പെരിന്തൽമണ്ണ കുളത്തൂരിലെ ആളാണ്. അപ്പോൾ നമുക്ക് ആളെ മുഖം കണ്ടതിന് ഏകദേശം കാരണം കാര്യമായിട്ട് പരിക്കളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഈ പുറത്ത് മാത്രം ഒരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് ഉറപ്പാണ്. പിന്നെ അദ്ദേഹം ഏലസ്, ചരട്, അദ്ദേഹം ഉപയോഗിച്ച തോർത്തുമുണ്ട്, പിന്നെ അദ്ദേഹം ലോട്ടറി എടുക്കുന്ന ഒരു സ്വഭാവമാണ്. ലോട്ടറി ഇതൊക്കെ അദ്ദേഹത്തിന്റെ അവര് നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ ഇന്നലെ കൺഫേം ആക്കിയതാ. പിന്നെ സംശയത്തിന്റെ പേര് നിർത്തി മാത്രം. ഇപ്പൊ നമ്മൾ ഒന്നുകൂടി കണ്ട് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് സംസാരിച്ചപ്പോൾ അത് ഓക്കെയാണ്. ഇപ്പൊ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, പോസ്റ്റ്മോർട്ടം ചെയ്ത് നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ജോലിക്ക് പോകുന്ന അതെ, അദ്ദേഹം ഇതേ ജോലിക്ക് പോകുന്നതാണ്. അതിന് മുൻപ് 2 അപകടങ്ങളിൽ ഇദ്ദേഹം പിന്നെ രക്ഷപ്പെട്ടതാണ്. ഒരു ഇതിനു മുൻപ് ഒരു അപകടം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകളെ കല്യാണമാണെന്ന് ഉച്ചയ്ക്ക് പോന്നു. അന്നൊരു അപകടത്തിൽ അങ്ങനെ 2 അപകടത്തിൽ രക്ഷപ്പെട്ടതാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ വേറൊരാൾ കൂടി വരേണ്ടതാണ്. അദ്ദേഹം നാട്ടിൽ തന്നെയാണ്. അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം രാത്രി വിളിച്ചിരുന്നു. അപ്പോ ഇതാണ് അവസ്ഥ. മാധ്യമങ്ങളിലൂടെ സുബ്രഹ്മണ്യന്റെ ദൃശ്യങ്ങൾ അതെ, അതനുസരിച്ച് നമ്മൾ ഈ അപകടം സംഭവിച്ച് അറിഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ പിന്നെ ഇന്റർവ്യൂ നടത്തിയല്ലോ, മാധ്യമങ്ങളൊക്കെ ഇന്റർവ്യൂ നടത്തിയപ്പോൾ പിന്നെ വിൻസെന്റ് എന്ന് പറയുന്ന വ്യക്തി ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പൊ അതിന് തൊട്ട ബാക്കിൽ ഇരിക്കുന്നത് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ പിന്നെ നമുക്കെന്ത് നമ്മളൊരു പിന്നെ സഹോദരനാകുമ്പോൾ നമുക്കത് അവിടെ ഇരിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രവർത്തകരാണൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അപ്പൊ തന്നെ നമ്മൾ തിരിച്ചു. ഏകദേശം 10 മണിയോട് കൂടി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ സംശയം വന്നതുകൂടി നമ്മൾ ഏകദേശം 7 പേര് ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠൻ മകനുണ്ട്. ഞങ്ങൾ ഇത്ര നേരമായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ വന്ന് നമുക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഒരാളുടെ മൃതദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യം എന്ന വ്യക്തിയുടേതാണ്. കൂടുതൽ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് കൂടിയൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം. ചേട്ടാ, എവിടെന്നാ വരുന്നത്? എടപ്പാള്. ആരുടെ? ഞങ്ങളെ നാട്ടുകാരാണ്, ഞങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികളാണ്. അപ്പോൾ വിജയൻ എന്ന് പറഞ്ഞ ആളാണ്, 60 വയസ്സുള്ള ഒരാളാണ് കാണാത്തത്. അത് എടപ്പാൾ തറക്കൽ എന്നുള്ള പ്രദേശത്താണ്. പിന്നെ എടപ്പാൾ തന്നെ തട്ടാമ്പടി എന്നുള്ള ഭാഗത്തുള്ളതാണ് മണി എന്ന് പറഞ്ഞ ആള്. അപ്പോൾ ഈ 2 പേരെ ബോഡിയാണ് ഐഡന്റിഫൈ ചെയ്യാത്തത്. അപ്പോൾ ആ ബന്ധുക്കളായിട്ട് ഞങ്ങൾ വന്നതാണ്. DNA ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിനുശേഷം ബോഡി തിരിച്ചറിഞ്ഞാൽ ഞങ്ങൾ ബോഡി വെച്ച് ഞങ്ങൾ കൊണ്ടുപോകും. ഇപ്പോൾ അകത്തേക്ക് ആളുകൾ കയറിയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഇത് ഇവരെ തിരിച്ചറിഞ്ഞു പരിപൂർണ്ണമായിട്ട് അറിയണില്ല. ഏകദേശം ഒരു രൂപം പോലെ തോന്നുന്നുണ്ട്, പക്ഷെ പരിപൂർണ്ണമായിട്ട് പറ്റുന്നില്ല. DNA എടുത്തിട്ട് ചേട്ടന്റെ ബന്ധുവാണ്? അല്ല, ഞങ്ങളെ ഇത് ഇവര് 2 പേരും ഈ ജോലി അല്ല സ്ഥിരം വരുന്നവരല്ല, സീസണൽ വർക്കേഴ്സാണ്. അവരെ പ്രധാനപ്പെട്ട മറ്റു കൂലിപ്പണി, മേസൺ വർക്ക് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഉത്സവ സീസണിലെ ആളുകളുടെ ഷോർട്ടേജ് വരുമല്ലോ. അപ്പോൾ ആ സമയത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. അതും പലപ്പോഴും ഇവർ പോകാൻ വില്ലിങ്ങല്ല, ബാഹ്യ സമ്മർദ്ദം മൂലം. കാരണം ആളുകൾക്ക് വെടിക്കെട്ട് കാണുന്നതാണ് വലിയ പ്രധാനമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇവർ നിർബന്ധിക്കപ്പെടുക ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, പൂരത്തെ ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. പക്ഷെ അത് എത്രമാത്രം അപകടകരമാണെന്നുള്ള കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തേണ്ടതാണ് അനിവാര്യം. അയാളാണ് വിജയന്റെ മകൻ. പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. മറ്റൊന്ന് മണികണ്ഠൻ അല്ലെ? മണികണ്ഠൻ. ഇവർ 2 പേരാണ് നിങ്ങളുടെ നാട്ടിൽ? അതെ. ഇന്നലെ മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങളിലൊക്കെ ഇവരെ കണ്ടിരുന്നോ? അതായത് അതിന് മുൻപായിട്ട്? ഇല്ല. എന്തായാലും 2 പേരെയാണ് ഇപ്പോൾ ഇവര് ഒരു നാട്ടിൽ നിന്ന്, എടപ്പാളിൽ നിന്ന് 2 പേരെ തേടിയാണ് എത്തിയിരിക്കുന്നത്. ഒന്ന് വിജയൻ, മറ്റൊന്ന് മണികണ്ഠൻ. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചറിയലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെയും ആളുകൾ ഇരിക്കുന്നുണ്ട്. ചേച്ചി, ആരാ? എന്റെ ചേട്ടനും.
പേരെന്താണ്? മണികണ്ഠൻ. കണ്ടിരുന്നോ? ഇല്ല, പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല. ഏതായാലും വളരെ വൈകാരികമായ നിമിഷങ്ങൾ കൂടിയാണ് രഞ്ജിത്ത് ഉറ്റവരെ തേടി വന്നിരിക്കുന്നത്. തിരിച്ചറിയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അവരെ കാണുക എന്ന് പറയുന്നത് വലിയ വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. സഹോദരിയാണ് അവിടെ ഇരിക്കുന്നത്, അവരാണ് സംസാരിച്ചത്. കൂടുതൽ ആളുകളുണ്ട്, അവർക്ക് നമുക്ക് അവരുടെ നിന്ന് പ്രതികരണം തേടുന്നത് തന്നെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ചേട്ടാ എവിടെ ആരെയാ? ഏട്ടനാണ്. പേരെന്താ? പേര് സുരേഷ്. ഇവിടെ വന്ന് നോക്കിയതിൽ നോക്കിയില്ല. അവിടെ ആശുപത്രിയിലൊക്കെ പോയി? അവിടെ ഒന്നുമില്ല. ഇവിടെ വന്ന ബോഡിയിലില്ല. ഇത് നമ്മൾ നോക്കിയപ്പോൾ കാണാനില്ല. വെയിറ്റിംഗിലാണ്. സഹോദരനെ അന്വേഷിച്ചു വന്നതാണ്. ഇതുവരേക്കും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആശുപത്രിയിൽ പരിക്കേറ്റവരുടെ കൂട്ടത്തിലില്ല. ഇവിടെയുള്ള മൃതദേഹങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും രഞ്ജിത്ത് വളരെ വിഷമിപ്പിക്കും. നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ വളരെ വിഷമം തോന്നുന്ന, ഇവരോടൊക്കെ എങ്ങനെയാണ് നമ്മൾ എന്ത് പറഞ്ഞാണ് ഇവരെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇവരോട് ചോദിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ബാക്കിയാകുന്നുണ്ട്. എന്തായാലും ഇവർക്ക് എത്രയും വേഗം അവരുടെ ഉറ്റവരെ, സഹോദരനെ തിരിച്ചു കിട്ടട്ടെ, അല്ലെങ്കിൽ അവരുടെ തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ, സഹോദരനെ നഷ്ടമായ സഹോദരന്മാർ, സഹോദരി, മകൻ, അങ്ങനെ നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം, ഈ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തന്നെ ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ മൃതദേഹങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. പോലീസിന്റെ വലിയ സന്നാഹമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ആളുകൾക്ക് വേണ്ട നിർദ്ദേശമൊക്കെ നൽകിയിരിക്കുന്നത്. എന്തായാലും DNA പരിശോധന ഫലം എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഉടനെ തന്നെ തുടങ്ങുമെന്നാണ് രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ആശുപത്രിയിൽ ഉള്ളവരുടെ, അതായത് വെന്റിലേറ്ററിൽ അടക്കമുള്ളവരുടെ ആരോഗ്യസ്ഥിതി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അതിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. 6 പേരുടെ നില 6 പേരുടെ നില തൃപ്തികരവുമാണ്. 3 പേരുടെ മൃതദേഹമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഇന്ന് പ്രത്യേക മന്ത്രിസഭായോഗം ചേരുകയാണ്. അപകടത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും അവരുടെ ബന്ധുക്കൾക്കൊക്കെയുള്ള ധനസഹായം പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓൺലൈനായി 10 മണിക്കാണ് യോഗം ചേരുക. നവമി ദിനേശ് ഉള്ളത് ആശുപത്രിയിലാണ്. CV അനുമോദ് ഈ സംഭവ സ്ഥലത്തുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോഴും കാണാം. പൊട്ടാതെ കിടക്കുന്ന വെടിക്കെട്ട് സാമഗ്രികളടക്കം പുക ചുരുളുകളൊക്കെ അവിടെ ഉണ്ടാകുന്നത് കാണാം. എന്തായാലും കടാവർ നായ അടക്കം അവിടെ പരിശോധനകൾ നടത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.